നമസ്കാരം. പറയാനുണ്ട് തൃശ്ശൂരിലേക്ക് സ്വാഗതം. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ TCV നടത്തുന്ന യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലാണ്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ തൃശ്ശൂർ താലൂക്കിൽ ഒല്ലൂക്കര ബ്ലോക്കിലാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 141 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഈ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ്. 23 വാർഡുകളാണുള്ളത്. ഇക്കഴിഞ്ഞ 2 ടേമുകളിലായി LDF നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റേത്. പീച്ചി ഡാമും ദേശീയപാതയും ഒക്കെ കടന്നു പോകുന്നതും സ്ഥിതി ചെയ്യുന്നതുമായ പഞ്ചായത്ത് കൂടിയാണ് പാണഞ്ചേരി. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുള്ള പഞ്ചായത്തിൽ ഇതിനോടകം നടന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പഞ്ചായത്തിൻ്റെ വികസന കുതിപ്പ്, നേട്ടം, കോട്ടം എന്നിവയെല്ലാം സമഗ്രമായി ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിലേക്ക്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CPM പ്രതിനിധി കൂടിയായ PP രവീന്ദ്രൻ, ഒപ്പം തന്നെ കോൺഗ്രസ് പ്രതിനിധിയും പഞ്ചായത്ത് അംഗവുമായ ബാബു തോമസ് എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. പഞ്ചായത്തിലെ 2 BJP പ്രതിനിധികളാണുള്ളത്. 2 പേർക്കും ഇന്ന് അസൗകര്യം കാരണം എത്താൻ പറ്റിയിട്ടില്ല. 2 പേരെ നമ്മൾ വിളിച്ചിരുന്നു. ബിജോയ് ജോസും ഒപ്പം തന്നെ ജയൻ എന്നീ മെമ്പർമാരെ നമ്മൾ വിളിച്ചതാണ്. അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് ആദ്യമേ പ്രസിഡന്റിലേക്ക് പോകാം. പ്രസിഡന്റ്, എങ്ങനെയാണ് നിലവിൽ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ നിലവിലെ ഒരു വികസന പ്രവർത്തനങ്ങൾ ഏതുവരെ എത്തി നിൽക്കുന്നു? എന്തൊക്കെയാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു നിലവിലെ അവസ്ഥ എത്രത്തോളം? ഈ ഭരണസമിതി ചുമതലയേറ്റത് മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് 2020 ഡിസംബർ 21-ാം തീയതിയാണ്. പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് 30/12/2020-നാണ്. ഞാൻ ഈ ഡേറ്റ് പറയാൻ കാരണം കോവിഡ് ലോകം മുഴുവൻ കീഴടക്കിയതിൻ്റെ പീക്ക് ഹവേഴ്സായിരുന്നു 2020 കാലഘട്ടം. ആ സമയത്ത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കോവിഡ് രോഗം വന്നവരെയും വീട്ടുകാരെയും സംരക്ഷിക്കുകയും കോവിഡ് വരാത്തവർക്ക് വാക്സിനേഷൻ സംഘടിപ്പിക്കുകയും വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പുറത്തു പോകാതെ വീട്ടിൽ തന്നെ ക്വാറൻറ്റൈൻ ചെയ്യപ്പെട്ടവർക്ക് ഭക്ഷണം തുടങ്ങിയ ജീവിത ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഈ ഭരണസമിതിയുടെ ആരംഭകാലത്ത് ഞങ്ങൾ ഏറ്റെടുത്തത്. അക്കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയിലെ BJP, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, CPI, CPM 23 അംഗങ്ങളും യാതൊരു ഭേദചിന്തയുമില്ലാതെ വളരെ ഐക്യത്തോടെയാണ് കോവിഡിനെ നേരിടുന്ന കാര്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിച്ചത്. അതിനുശേഷം പഞ്ചായത്ത് ഇതിനു മുമ്പുള്ള ഒരു ഭരണസമിതിക്കും ചെയ്യാൻ പറ്റാത്തത്ര വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ ഇക്കഴിഞ്ഞ 4 വർഷം കൊണ്ട് തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ഭരണം തുടങ്ങിയ ആദ്യ മാസത്തിൽ തന്നെ ഈ പഞ്ചായത്തിനെ ഹരിത ഓഫീസായി പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിച്ചു. അതിനുശേഷം പഞ്ചായത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ പണ്ട് നിലവിലുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഇടിഞ്ഞു പോയത് ഡീമോളിഷ് ചെയ്തതിന് ശേഷം പുതിയ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അതിപ്പോൾ ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഏറ്റവും മുകളിൽ ഒരു ഹാള് കൂടി പണി തീർത്താൽ ഈ വർഷം ഇപ്പോൾ ഈ മാസം തന്നെ അതിൻ്റെ പണി ആരംഭിക്കും. അതോടുകൂടി ആ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പണി പൂർത്തീകരിക്കും. സർക്കാരിൻ്റെ പദ്ധതി അനുസരിച്ച് കേരളത്തിലെ അതിദരിദ്രരെ കണ്ടെത്തി അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടിയുള്ള സർവേ നടത്തി. ആ സർവേയിൽ നമ്മുടെ പഞ്ചായത്തിൽ 72 കുടുംബങ്ങളെയാണ് കണ്ടെത്താൻ സാധിച്ചത്. ആ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കുക എന്നതാണ് അതിദരിദ്രാവസ്ഥയിൽ നിന്ന് അവരെ മാറ്റുന്നതിനുള്ള പ്രവൃത്തി. അതിനായി അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ഭക്ഷണം പുറത്തുപോയി വാങ്ങിക്കാനോ സാധനങ്ങൾ വാങ്ങിക്കാനോ പറ്റാതെ അവശനിലയിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. അവരുടെ ഓരോ ആവശ്യങ്ങൾ, റേഷൻ കാർഡില്ലാത്തവർക്ക്, ഇലക്ഷൻ ID കാർഡില്ലാത്തവർക്ക് അതെല്ലാം നേടിക്കൊടുക്കുന്നു. ഇങ്ങനെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് അവരെ മാറ്റുന്നതിനുള്ള പ്രവൃത്തി ഏതാണ്ട് പൂർത്തീകരിച്ച് വരികയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ നോളജ് എക്കണോമി, വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ, വലിയ കേരളത്തിലെ വിദ്യാസമ്പന്നരായ തൊഴിൽ രഹിതരായ ആളുകളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണത്. അതിൽ പ്രായപൂർത്തിയായതിനു ശേഷം 59 വയസ്സ് വരെയുള്ള ആളുകളുടെ സർവേ നമ്മൾ നടത്തി. DWMS ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് ആ പദ്ധതിയുടെ പേര്.
അതനുസരിച്ച് സർവേ നടത്തി അവരെ മുഴുവൻ കോണ്ടാക്ട് ചെയ്ത് അവർക്ക് തൊഴിൽ ആവശ്യമുള്ളവരെ കണ്ടെത്തി അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് അവരുടെ തൊഴിൽ നൈപുണി അവരുടെ നോളജ് ആ മേഖലയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് പഞ്ചായത്ത് നൽകുന്ന പ്രവൃത്തി ഇപ്പോൾ നടന്നു വരികയാണ്. ഈ മാസം 26-ാം തീയതി തൃശ്ശൂരിൽ വെച്ച് തൊഴിൽ പൂരം എന്ന പേരിൽ വലിയ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ പഞ്ചായത്തിലെ തൊഴിൽ രഹിതരായിട്ടുള്ള തൊഴിൽ ആവശ്യമുള്ള അന്വേഷിക്കുന്ന മുഴുവൻ ആളുകളെയും അവിടെ എത്തിക്കുകയും തൊഴിൽ ദാതാക്കളായിട്ടുള്ള നിരവധി സ്ഥാപനങ്ങളെ അവിടെ എത്തുന്നതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കുറേ അധികം പേർക്ക് അതോടുകൂടി തൊഴിൽ ലഭ്യമാകുന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെ വയോജനങ്ങളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണ് പഞ്ചായത്ത് നടത്തുന്നത്. വയോജനങ്ങൾക്ക് വേണ്ടി വയോമിത്രം എന്ന പേരിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ എല്ലാം സൗജന്യമായി മരുന്ന് നൽകുന്ന പദ്ധതി, അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിയൊക്കെ എല്ലാ വർഷവും വിജയകരമായി നടപ്പാക്കി വരുന്നു. പഞ്ചായത്തിൽ ഒരു നല്ല രീതിയിൽ നടക്കുന്ന ലൈബ്രറി ഉണ്ട്. വിശപ്പ് രഹിത പദ്ധതിയിൽപ്പെടുത്തി നമ്മുടെ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ തന്നെ ഒരു ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. 30 രൂപ കൊടുത്താൽ സുഭിക്ഷമായ ഭക്ഷണം കിട്ടുന്ന ഒരു ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും പഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾ ഏറെയുണ്ട്. അതിനെല്ലാം പരിഹാരമായി കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്തും എല്ലാം സംയുക്തമായി നടത്തുന്ന ജൽ ജീവൻ മിഷൻ പ്രോജക്റ്റിൽപ്പെടുത്തി പഞ്ചായത്തിൽ ആ പ്രോജക്റ്റ് അനുസരിച്ച് സമയം കഴിഞ്ഞുവെങ്കിലും പഞ്ചായത്തിലെ കുടിവെള്ള കണക്ഷൻ ആവശ്യമുള്ള എല്ലാ വീടുകളിലേക്കും കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്ന പ്രവൃത്തി നടന്നു വരികയാണ്. അതിൻ്റെ പൈപ്പ് ഇടൽ പരിപാടി ഏകദേശം പൂർത്തീകരിച്ച് വരികയാണ്. വാതിൽപ്പടി സേവനം എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് അവശരായി വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക്, പ്രായമുള്ള ആളുകൾക്ക്, മക്കളോ സഹായികളാരുമില്ലെങ്കിൽ അവർക്ക് മരുന്ന്, ഭക്ഷണം എന്നിവ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് വാതിൽപ്പടി സേവനം. അത് വിജയകരമായി നടപ്പാക്കി വരുന്നു. യുവജനങ്ങൾക്ക് അവരുടെ കായിക പ്രതിഭ തെളിയിക്കുന്നതിന് എല്ലാ വർഷവും കേരളോത്സവം എന്ന പേരിൽ കായിക കലാ മത്സരങ്ങൾ നടത്തി വരുന്നു. മാലിന്യ സംസ്കരണമാണ് ഈ കാലഘട്ടത്തിലെ മാനവരാശി നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി. നമ്മൾ ഈ പഞ്ചായത്തിൽ, കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. ഈ പഞ്ചായത്തിൽ 23 വാർഡുകളാണുള്ളത്. ആ ഓരോ വാർഡിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് താൽക്കാലികമായി സൂക്ഷിക്കുന്നതിന് മിനി MCF എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി 23 വാർഡിലും സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ പഞ്ചായത്തിൽ ആ മിനി MCFകളിൽ ശേഖരിക്കപ്പെടുന്ന അജൈവ മാലിന്യങ്ങൾ അത് സംസ്കരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ ഒരു വലിയ MCF സ്ഥാപിച്ചിട്ടുണ്ട്. അത് പക്ഷേ അപര്യാപ്തമാണ്. പുതിയ സ്ഥലം വാങ്ങി പുതിയ MCFൻ്റെ പണികൾ നടന്നു വരികയാണ്. മനസ്സോടിത്തിരി മണ്ണ് എന്ന ഒരു പ്രോജക്റ്റ് അനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഒരു വനിത 14 സെൻറ്റ് സ്ഥലം വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി എല്ലാ വർഷവും ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി വളരെ വിജയകരമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്നത്. ഈ ഭരണസമിതി വന്നതിന് ശേഷം തന്നെ 361 പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയിലൂടെ 120 പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ജൻ ശിക്ഷ സംസ്ഥാൻ എന്നാണ്, JSS എന്നാണ് പദ്ധതിയുടെ പേര്. അതുവഴി ടൈലറിങ്, എംബ്രോയിഡറി വർക്ക്, ഫുഡ് പ്രോസസ്സിങ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഉപയോഗിച്ചുള്ള ഫുഡ് പ്രോസസ്സിങ്, ഇതിന് 3 മാസം വീതമുള്ള 4 ബാച്ചുകളിലായിട്ട് 100 പേർക്ക് നമ്മുടെ പഞ്ചായത്തിൽ വെച്ച് പരിശീലനം നൽകിയിട്ടുണ്ട്. ഓരോ വർഷവും വിവിധ മേഖലകളിൽ പാണഞ്ചേരി പഞ്ചായത്ത് നിരവധി ട്രൈബ് സെറ്റിൽമെൻറ്റ് ഏരിയ ഉള്ള സ്ഥലമാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ധാരാളം ആളുകളുണ്ട്. പട്ടികജാതി വികസനത്തിന്, പട്ടികവർഗ വികസനത്തിന്, അതുപോലെ കാർഷിക മേഖലയ്ക്ക്, മൃഗസംരക്ഷണ മേഖലയ്ക്ക്, ആരോഗ്യ സംരക്ഷണത്തിന് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ
ഹോമിയോ ആശുപത്രിയും ആയുർവേദ ആശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട്, കൃഷിഭവൻ പ്രവർത്തിക്കുന്നുണ്ട്, മൃഗാശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്, മത്സ്യബന്ധന മേഖലയ്ക്ക് പൊതുമരാമത്ത് പണികൾ, സാമൂഹ്യക്ഷേമം, നിരവധി ആളുകൾക്ക് എല്ലാ മാസവും വിവിധ ഇനം പെൻഷനുകൾ നൽകി വരുന്നു. വിദ്യാഭ്യാസ മേഖല, കായിക മേഖല, ഗ്രാമവികസനം, ഈ വീട് വെച്ച് കൊടുക്കുന്നത്, പിന്നെ ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ നൽകൽ തുടങ്ങിയ പ്രവൃത്തി, ക്ഷീരവികസന മേഖല, ഇങ്ങനെ ഉദ്ദേശം 38 കോടിയോളം രൂപയുടെ പദ്ധതികൾ ഓരോ വർഷവും വിവിധ മേഖലകളിലായിട്ട് വിജയകരമായി നടത്തിവരികയാണ്. ഈ ഭരണസമിതി അടുത്ത ഈ വർഷാവസാനം ഒഴിയുന്നതോടുകൂടി ഈ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനമാണ് നടത്തുന്നത്. അവസാനമായി 1-2 കാര്യങ്ങൾ കൂടി. പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെ ഒക്കെ പണം സ്വരൂപിച്ചുകൊണ്ട് നടത്തിയ ഏതാനും പദ്ധതികളാണ് പീച്ചി ഡാമിനടുത്തുള്ള മയിലാട്ടുംപാറ പട്ടിലുംകുഴി പാലം. ഈ ഭരണസമിതിയുടെ കാലത്താണ് പണി പൂർത്തീകരിച്ചത്. മയിലാട്ടുംപാറ അംബേദ്കർ പാലം, പട്ടിലുംകുഴി പാലത്തിന് തന്നെ 6,80,00,000 രൂപ ചെലവഴിച്ചതാണ്. മയിലാട്ടുംപാറ അംബേദ്കർ പാലത്തിന് 2.5 കോടി രൂപ ചെലവഴിച്ചതാണ്. മഞ്ഞക്കുന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ, ഒരപ്പംകെട്ട് ടൂറിസം പദ്ധതി, കണ്ണാറ ഉദയപുരം അംബേദ്കർ കോളനി വികസനം, ഒരപ്പംകെട്ട് പൈപ്പ് ലൈൻ റോഡ്, മാലിന്യ സംസ്കരണത്തിന് പഞ്ചായത്ത് 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ FSTP നിർമ്മാണത്തിന് 3.25 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൻ്റെ മുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ചതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച കമ്മ്യൂണിറ്റി ഹാൾ 3 കോടി രൂപയ്ക്കാണ് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ 4 സർക്കാർ സ്കൂളുകളാണുള്ളത്. 2 ഹയർ സെക്കൻഡറി സ്കൂളുകളും 2 LP സ്കൂളുകളും. ഈ 4 സ്കൂളിലും നമ്മുടെ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹൈസ്കൂൾ പട്ടിക്കാടിന് 5 കോടി രൂപ മുടക്കിയാണ് ഇപ്പോൾ കെട്ടിടം പണി പൂർത്തീകരിച്ചത്. 3 കോടി രൂപ മുടക്കി കളിസ്ഥലത്തിൻ്റെ പണി പൂർത്തീകരിച്ചു വരുന്നു. പട്ടിക്കാട് GLPS സ്കൂളിന് 5 കോടി രൂപ മുടക്കി കെട്ടിടം പണി പൂർത്തീകരിച്ചു വരുന്നു. പട്ടിക്കാട് GLP സ്കൂളിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ വളരെ വിരളമായ ഒരു പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ് പ്രോജക്റ്റ്. കുട്ടികൾക്ക് ആധുനികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കായിക പരിശീലനം ഇൻഡോറിൽ നടത്തി ഓരോ ദിവസവും അതിലുള്ള അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് റീഡ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അത് നമ്മുടെ ഗവൺമെൻറ് LP സ്കൂളിലുണ്ട്. പീച്ചി ഗവൺമെൻറ് LP സ്കൂളിൽ 3 കോടിയുടെ കെട്ടിട പണി നിർമ്മാണം നടന്നു വരുന്നു. പീച്ചി ഗവൺമെൻറ് ഹൈസ്കൂളിന് കെട്ടിടവും കളിസ്ഥലവുമായിട്ട് 6 കോടി രൂപ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികൾ, കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു, കളിസ്ഥലത്തിൻ്റെ പണി ആരംഭിക്കുന്നു. ഇതുപോലെ എടുത്തു പറയത്തക്ക നിരവധി പദ്ധതികളാണ് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പഞ്ചായത്ത് ഇപ്പോൾ നടന്നു വരുന്നത്. അതിലെടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെൻറ് തൃശ്ശൂർ ജില്ലയിൽ പാണഞ്ചേരി പഞ്ചായത്തിന് മാത്രമായിട്ടൊരു ഗവൺമെൻറ് ITI അനുവദിച്ച് നൽകി. അത് പീച്ചിക്കടുത്ത് പഞ്ചായത്ത് ഏർപ്പെടുത്തി കൊടുത്ത താൽക്കാലിക സ്ഥലത്താണ് ആ ITI ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ചെലവ് വാടകയൊക്കെ വഹിക്കുന്നത് പഞ്ചായത്താണ്. സമയത്ത് തന്നെ പീച്ചി ഡാമിനോട് ചേർന്ന് 5 ഏക്കർ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റെടുക്കുന്നുള്ള നടപടികൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. അതുകൂടി പൂർത്തിയായാൽ 12ലധികം ട്രേഡുകളുള്ള ഒരു വലിയ ITI പീച്ചിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നടത്തുന്നതിന് ഉതകുന്ന രീതിയിൽ ഈ പഞ്ചായത്തിൽ എത്തിക്കാൻ സാധിച്ചു. ഓക്കെ പ്രസിഡന്റ്, ഞാൻ എന്തായാലും ഒന്ന് ഇടപെടാം. നമുക്ക് ചർച്ചയിലേക്ക് നീങ്ങേണ്ടതുണ്ടല്ലോ. കാരണം പ്രസിഡന്റുമാർക്കും അല്ലെ അധ്യക്ഷന്മാർക്കൊക്കെ ധാരാളം ഇത്തരം പഞ്ചായത്തുകളെ കുറിച്ച് പറയാൻ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇച്ചിരി സമയം കൂടുതൽ ആവശ്യമായി വരുന്നത്. എന്തായാലും പ്രതിനിധിയിലേക്ക് കൂടി ഇപ്പം എങ്ങനെയാണ് മെമ്പറെ, പറഞ്ഞ പോലെ തന്നെ വികസനം മാത്രമാണോ പഞ്ചായത്തിലുള്ളത്? കാരണം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു, ഇനിയും പറയാൻ കിടക്കുന്നു എന്ന് പ്രസിഡന്റ് പറയുന്നു. പാണഞ്ചേരി വികസിച്ചോ? പാണഞ്ചേരി പഞ്ചായത്തിലത്തെ വികസനം എന്ന് പറയുമ്പോൾ കാലാകാലങ്ങളിൽ ഈ പഞ്ചായത്ത് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പല മേഖലകളിലും അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മാറ്റമൊന്നും കാണാനില്ല. പക്ഷേ ഈ ഭരണകാലത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തു കാണിക്കത്തക്ക രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പറയുമ്പോൾ എല്ലാം നമ്മൾ ചെയ്തു എന്നുള്ളൊരു സംസാരത്തിൽ കൂടി
എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നതെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അത് എല്ലാ വർഷവും അത് ഫണ്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എല്ലാ വർഷവും അതിൻ്റെ നിയമപരമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ എനിക്കിവിടെ ഒന്നാണ് പറയാനുള്ളത്, ഇതൊരു മലയോര കാർഷിക മേഖല കൂടിയായൊരു സ്ഥലമാണ്. ഇവിടെ ഒട്ടനവധി ആളുകൾ കാർഷിക മേഖലയിൽ പണിയെടുത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച് കൃഷി ചെയ്യുന്ന ഒരു മേഖലയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വന്യമൃഗശല്യം ഈ പ്രദേശത്ത് അതിരൂക്ഷമായിട്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഇപ്പോൾ നമുക്കറിയാം നിലങ്ങളിൽ ചെയ്യുന്ന കൃഷികളായാലും തെങ്ങ് മുതലായ അങ്ങനെ വരുന്ന കാർഷിക മേഖലകളിൽ ഉണ്ടാകുന്ന വിളവുകളായാലും എല്ലാ വിളവുകളും വന്യമൃഗശല്യങ്ങൾ മൂലം അത് നശിപ്പിക്കും. തെങ്ങിൻ്റെ മുകളിലാണെങ്കിൽ പാറച്ചാത്തനും അങ്ങനെ വരുന്ന ഇത് ഭയങ്കര ശല്യം. ഒരു തേങ്ങ പോലും നമുക്ക് കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യം. താഴെ വാഴയായാലും ചേമ്പായാലും ചേനയായാലും മറ്റേത് കൃഷിയായാലും അത് പന്നി, ആന ഉൾപ്പെടെ വരുന്ന വന്യമൃഗങ്ങൾ അത് നശിപ്പിക്കുന്നു. അതിന് പ്രതികരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഫണ്ട് നീക്കി വയ്ക്കുകയോ അതിന് വേണ്ടുന്ന യാതൊരു വിധമായ കാര്യങ്ങളും ഈ പഞ്ചായത്ത് ഇതുവരെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, നിങ്ങൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും പഞ്ചായത്തിൻ്റെ മുൻവശത്തൊരു ബിൽഡിംഗ് പഞ്ചായത്ത് കല്യാണ മണ്ഡപമായിരുന്നു. അത് കഴിഞ്ഞ 9 വർഷത്തിന് മുമ്പ് ആ കല്യാണ മണ്ഡപം ഒരു പഴയ കല്യാണ മണ്ഡപമായിരുന്നു. അത് പൊളിച്ച് വളരെ മനോഹരമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇവിടെ പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഒരു കല്യാണമോ മറ്റേതോ ചടങ്ങുകൾ നടക്കണമെങ്കിൽ ഇവിടെ വലിയ വലിയ ഓഡിറ്റോറിയങ്ങളാണ്. 1 ലക്ഷം, 1.5 ലക്ഷം, 80,000 രൂപ കൊടുത്ത് കല്യാണങ്ങൾ നടത്തേണ്ടുന്ന ഓഡിറ്റോറിയങ്ങളാണ് ഇവിടെ നിലവിലുള്ളത്. ആദ്യകാലങ്ങളിൽ ഈ പഞ്ചായത്തിൽ 2,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് അവരുടെ മകളായാലും മകനായാലും ഒരു വിവാഹം കഴിച്ചു കൊടുക്കാൻ 2,000 രൂപ പഞ്ചായത്തിൽ അടച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ പോട്ടെ, കാലങ്ങൾ പുരോഗമിച്ചു, പഞ്ചായത്ത് കല്യാണ മണ്ഡപം നല്ല രീതിയിൽ പണിതു. നമുക്കൊരു 15,000 ആയിക്കോട്ടെ, 25,000 ആയിക്കോട്ടെ, ഏറ്റവും പാവപ്പെട്ടവർക്ക് 1 ലക്ഷത്തിലേക്കോ 1.5 ലക്ഷത്തിലേക്കോ പോകാതെ ഒരു 20,000 അല്ലെങ്കിൽ ഒരു 25,000 രൂപയിൽ ഒതുങ്ങിക്കൊണ്ട് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ മക്കളുടെ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് സാധിക്കും. 9 വർഷമായി ഈ കല്യാണ മണ്ഡപം ഇവിടെ പണി തുടങ്ങിയിട്ട്. ആ കല്യാണ മണ്ഡപത്തിൻ്റെ ഒരു നില മാത്രമേ ഇതുവരെ പണിയാനായിട്ട് സാധിച്ചു. അതിന് തന്നെ കോടിക്കണക്കിന് എന്ന് പറയുമ്പോൾ ഒരു 2 കോടി രൂപയിലധികം ഈ കല്യാണ മണ്ഡപം ഇവിടെ സ്ഥാപിച്ചതിന് ചിലവായിട്ടുണ്ട്. ഇനിയും അതിൻ്റെ പണികൾ പൂർത്തീകരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാനായിട്ട് സാധ്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധ്യമല്ല. അങ്ങനെയാണ് ഈ 9 വർഷം കൊണ്ട് തീരാത്തത് ഇനിയും 6 മാസം കൊണ്ട് തീരാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഞങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 2,500ഓളം ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തിരുന്ന ഒരു ജലനിധി പദ്ധതി ഇവിടെ നിലവിലുണ്ടായിരുന്നു. നമുക്കറിയാം, കാർഷിക മേഖലയിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട്, പീച്ചി ഡാം നമുക്കുണ്ടെങ്കിലും ഈ പ്രദേശങ്ങളിലുള്ളവർ മുഴുവൻ കുടിവെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതെല്ലാം കണക്കാക്കി കഴിഞ്ഞ UDF ഭരണകാലത്ത് ജലനിധി പദ്ധതി ഇവിടെ കൊണ്ടുവരികയും 2,500ഓളം കുടുംബങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്ത് അങ്ങനെ ആ വെള്ളം വിതരണം ചെയ്യുകയും അതിൻ്റെ ആ കാലഘട്ടം ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷമായി, കഴിഞ്ഞ മഴക്കെടുതി അവിടെ ഒരു പാലം, പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചു, ഒരു അംബേദ്കർ പാലം പണിത സമയത്ത് അതിൻ്റെ പൈപ്പ് വന്നിരുന്ന ഭാഗത്തു കൂടിയാണ് അതിനെ ചാലെടുത്ത് അതിൻ്റെ ഫൗണ്ടേഷൻ ഇടാനായിട്ട് ശ്രമിച്ചത്. ആ ജലനിധി പൈപ്പ് ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ ആ പൈപ്പ് പൊട്ടി താഴെ വീഴുകയും ആ പൈപ്പ് പുനർനിർമ്മിക്കുവാൻ പോലും പഞ്ചായത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ആ ജലനിധി പദ്ധതി പാടെ 2 വർഷമായിട്ട് ഈ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ ജലനിധി പദ്ധതി തകിടം മറിഞ്ഞു പോയിരിക്കുകയാണ്. ആ പദ്ധതി നഷ്ടപ്പെട്ടത് പഞ്ചായത്തിന് വലിയ നഷ്ടമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് അത് ഏറ്റവും നഷ്ടമായ ഒരു കാര്യം കൂടിയാണ് ആ പദ്ധതി നഷ്ടപ്പെട്ടു പോയത്. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലകളിൽ തൊഴിലെടുക്കുന്ന നമ്മുടെ കർഷകർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിതമായ രീതിയിൽ അവർക്ക് അതിൻ്റെ ഉൽപ്പന്നം വിറ്റ് ചെലവഴിക്കുന്നതിനും അതിന് വേണ്ടുന്ന ഒരു കമ്പോളം നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഈ മേഖലകളെ സംരക്ഷിക്കുന്നതിനോ യാതൊരുമായ നടപടികളും
നാളിതുവരെ ആയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ക്ഷീരമേഖലയെക്കുറിച്ച് പറയുമ്പോൾ ക്ഷീരമേഖല ഇന്ന് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ക്ഷീരമേഖലയിലെ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന ദുരിതം വളരെ അവരുടെ ഉപജീവന മാർഗത്തിനായിട്ട് ചെയ്യുന്ന പ്രവർത്തനം, അത് കാലാകാലങ്ങളിലായിട്ട് പ്രവർത്തിച്ചു വരുന്നവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിന് യാതൊരു വിധമായ അവർക്കൊരു സഹായം കൊടുക്കുന്നതിന് വേണ്ടുന്ന യാതൊരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടതാണ്. സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് തൊഴിൽ മേഖലയിൽ അവിടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവരെയും കൂടി ആ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അതിന് വേണ്ടുന്നതായ ഒരു സഹായം കൂടി, നമുക്കറിയാം 333 രൂപ ഒരു തൊഴിലാളിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ പശു വളർത്തുന്ന കുടുംബത്തിലെ ആളെയും കൂടി അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്കും കൂടി ആ ഒരു വരുമാനം കിട്ടാവുന്ന രീതിയിലുള്ളൊരു സംവിധാനം ചെയ്യാം. അത് ചെയ്യുന്നതിന് വേണ്ടി പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും കാർഷിക മേഖലയിൽ ക്ഷീരകർഷക മേഖലയ്ക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഫണ്ട് അങ്ങനെ വിനിയോഗിച്ച്, മുഖ്യമന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ച് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റോഡുകൾ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ റോഡുകളൊന്ന് സന്ദർശിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതിൻ്റെ വിലയിരുത്താം. നമുക്ക് റോഡുകൾ ഇന്ന് തോടുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു വാഹനം ഓടിക്കുവാൻ പറ്റാത്ത രീതിയിൽ റോഡുകൾ മുഴുവൻ നാമാവിശേഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കഴിഞ്ഞ ഈ 5 വർഷക്കാലമായിട്ട് നമുക്കറിയാം, പഞ്ചായത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ 5 മെമ്പർമാരാണ്. ഞങ്ങൾ 5 മെമ്പർമാർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവിടെ ബാക്കി വരുന്ന എല്ലാ മെമ്പർമാരും ഓരോ വാർഡിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ളവരാണ്. ഓരോ വാർഡിൽ CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും മറ്റിതര പാർട്ടികളുടെ ആളുകൾ എല്ലാവരും സഹകരിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവരുടെ പ്രതീക്ഷയ്ക്ക് ഉയർന്നു വരുമെന്ന് പ്രതീക്ഷയോടുകൂടി വിജയിപ്പിച്ച ജനപ്രതിനിധികളാണ് പഞ്ചായത്തിലുള്ള 23 മെമ്പർമാർ. ആ 23 മെമ്പർമാരെയും ഒരേ ത്രാസിൽ കാണാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ UDF മെമ്പർമാർക്ക് ഫണ്ടുകൾ കൃത്യതയോടുകൂടി തരാത്തത് കൊണ്ടും UDF മെമ്പർമാരുടെ വാർഡുകളിലും പണികൾ ഇനി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വികസന പ്രവർത്തനവും നടത്താനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം. അതുപോലെ എൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് എൻ്റെ തൊട്ടടുത്തൊരു വാർഡിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കുടിവെള്ള പദ്ധതിയുമായി SC മേഖലകളിലേക്ക് കുടിവെള്ള പദ്ധതിയുമായിട്ട് ഫണ്ട് അനുവദിച്ചിരുന്നു. ST മേഖലയിലേക്ക് അവരുടെ മോട്ടോർ റിപ്പയറിങ്ങിനും അതുപോലെ തന്നെ കുടിവെള്ളത്തിനും ആവശ്യമായ ഫണ്ട് അനുവദിച്ചിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ MP TN പ്രതാപൻ്റെ കാലത്ത് 50 ലക്ഷം രൂപ മുടക്കി ST മേഖലകളിൽ കല്യാണ മണ്ഡപം നിർമ്മിക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ തറക്കല്ലിടേണ്ട സാഹചര്യം വരെ എത്തിയതിൻ്റെ എല്ലാം അളന്നു പോയതാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് അതിനൊരു അനക്കമോ അല്ലെങ്കിൽ അതെന്താ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് SC മേഖലയാണോ ST മേഖലയാ ഏത് മേഖലയായാലും അവിടെയും ജനങ്ങളല്ലേ തിങ്ങിപ്പാർക്കുന്നത്. ആ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഫണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുവദിച്ച് തന്നിട്ട് പോലും അത് ഉപയോഗശൂന്യമാക്കി കിടക്കുകയാണ്. ആ ഫണ്ടുകൾ ഇന്ന് ലാപ്സാവുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് പഞ്ചായത്തിൽ എല്ലാ മേഖലകളിലും. നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളെ എടുത്തു നോക്കുമ്പോൾ എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ UDFൻ്റെ ഭരണകാലത്ത് ഇവിടെ നമ്മുടെ പിച്ചി പോലീസ് സ്റ്റേഷൻ പട്ടിക്കാട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുൻവശത്ത് ഏറ്റവും ഭംഗിയായി പഞ്ചായത്തിൻ്റെ തന്നെ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ ഹൃദയം ആണ് എന്ന് പറയുന്ന മേഖലകളിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ കിടക്കുന്ന നിരന്ന ഭൂമി, ആ ഭൂമിയിൽ ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ കാർഷിക മേഖലകളെയും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരാവുന്ന ഒരു മാൾ പണി തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ UDFൻ്റെ ഭരണകാലത്ത് തീരുമാനമെടുത്തു വെച്ചതാണ്. പെട്ടെന്ന് അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഭരണത്തിൽ മാറ്റവും അങ്ങനെ ഭരണം മാറിപ്പോവുകയും പിന്നീട് അതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പഞ്ചായത്തിൻ്റെ ആ സ്ഥലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലീസുകാരാണ്. പോലീസിൻ്റെ മറ്റ് വാഹനങ്ങൾ പിടിച്ചെടുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് ആ വാഹനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി. ഇനി നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇനി കുറഞ്ഞ 6 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്തരത്തിലുള്ള വികസനങ്ങളൊന്നും അവിടെ ഇനി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള
യാതൊരു വികസനങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും മെമ്പറെ ഞാൻ തിരിച്ചു വരാം. അതായത് ഒട്ടേറെ ആരോപണങ്ങളുണ്ട് പ്രസിഡന്റ്. അതായത് വികസന നേട്ടങ്ങൾ എണ്ണി പറയുമ്പോഴും അതേ ആവർത്തിയിൽ അദ്ദേഹം കുറേ ആരോപണങ്ങൾ പറയുന്നു. പ്രധാനമായ ഒരു ആരോപണം എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ചോദിക്കേണ്ടത് രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുണ്ടോ? കാരണം UDF മെമ്പർമാരുടെ ഒന്നും വാർഡുകളിലേക്ക് വിഹിതം കൃത്യമായി കൊടുക്കുന്നില്ല, അവർക്ക് വികസനം എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? അത്തരമൊരു രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുണ്ടോ ഭരണസമിതി? അങ്ങനെ ഒരു രാഷ്ട്രീയ വിവേചനം ഈ പഞ്ചായത്തിലില്ല. UDF BJPയുടെ അംഗങ്ങൾക്ക് വിഹിതം നൽകുന്നില്ല എന്ന് പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. കണക്കുകൾ രേഖകളിലുണ്ട്, അതാർക്കും മായ്ച്ചു കളയാൻ പറ്റില്ല. ഞാൻ ശ്രീ ബാബു പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി കടന്നോട്ടെ. തീർച്ചയായും. കാരണം എല്ലാത്തിലേക്കും പറഞ്ഞു. കാരണം കാർഷിക മേഖല പറയുന്നു, ക്ഷീര കർഷകരുടെ കാര്യം പറയുന്നു, ഒട്ടനവധി ബാബു ആദ്യം ഉന്നയിച്ചത് വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ കർഷകരെ സംരക്ഷിക്കാൻ പഞ്ചായത്ത് പണം ചെലവഴിക്കുന്നില്ല എന്നതാണ്. വന്യജീവികളുടെ ആക്രമണം പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, കേരളത്തിൻ്റേത് മാത്രവുമല്ല. ഇന്ത്യയിലെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. അതിന് സർക്കാർ തലത്തിൽ നിരവധി പ്രതിരോധ നടപടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരികയാണ്. നമ്മുടെ പഞ്ചായത്തിലും കുതിരാൻകയറ്റത്തിൻ്റെ വടക്ക് ഭാഗത്ത് സോളാർ ഫെൻസിങ്ങൊക്കെ മൃഗങ്ങൾ നശിപ്പിച്ച് കളയും. അതിന് ബദലായി ഇപ്പോൾ ഹാങ്ങിങ് സോളാർ ഫെൻസിങ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും കൃഷി നശിപ്പിക്കാൻ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു പരിഹാരം കാണാൻ പറ്റില്ല എന്ന് കേന്ദ്രത്തിൻ്റെ വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും കേരളത്തിൻ്റെ മന്ത്രിയും വനമേഖലയിലെ വിദഗ്ധരും നമ്മുടെ പഞ്ചായത്തിൽ ഒരു പ്രത്യേക സ്ഥാപനം കൂടിയുണ്ട്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിലെ ഗവേഷകരടക്കം പറയുന്നത് ക്ഷിപ്രസാധ്യമായ ഒന്നല്ല മാൻ അനിമൽ കോൺഫ്ലിക്റ്റിന് പരിഹാരം കാണൽ. മറ്റൊന്ന് കല്യാണ മണ്ഡപത്തിൻ്റെ കാര്യമാണ്. കല്യാണ മണ്ഡപത്തിൻ്റെ ആദ്യത്തെ അവസ്ഥ ശ്രീ ബാബു പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഭരണസമിതി വന്നതിന് ശേഷം അതിൻ്റെ ഭൂമിയുടെ താഴെ ലെവലിലുള്ള ബേസ്മെൻറ്റിൻ്റെ പണി ആദ്യം തീർത്തു. ഇപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പണി തീർത്തു. ഇനി അതിൻ്റെ മുകളിൽ ഒരു ഹോള് മാത്രമാണ് പണിയാനുള്ളത്. അതിന് 1 കോടി രൂപ ബഹുമാനപ്പെട്ട ഒല്ലൂരിൻ്റെ MLAയും സംസ്ഥാന റവന്യൂ മന്ത്രിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് രാജൻ അനുവദിച്ചു തന്നത് സ്റ്റേറ്റ് നിർമ്മിതി ആ പണി നടത്താൻ ടെൻഡർ ചെയ്തിട്ടുണ്ട്. ഇന്ന് 4 മണിക്ക് ആ ടെൻഡർ പൊട്ടിക്കും. അതിൽ ആ പണിയെടുക്കുന്ന ആൾ ബാക്കി പണി പൂർത്തീകരിച്ച് ഞാനും ബാബുവൊക്കെ ഒന്നിച്ച് തന്നെ ഈ ഭരണസമിതി പിരിയുന്നതിന് മുമ്പ് തന്നെ ഈ കല്യാണ മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കും. ജലനിധി പൈപ്പ് ശ്രീ ബാബു തെറ്റിദ്ധരിച്ചൊരു കാര്യം പറയേണ്ടായി. ജലനിധി നിന്ന് പോയതൊരു യാഥാർത്ഥ്യമാണ്. ജലനിധി പക്ഷേ ഈ ഭരണസമിതിയുടെ കാലത്ത് തുടങ്ങിയതല്ല. ജലനിധിയുടെ ഒരു ബയലോ അനുസരിച്ച് പഞ്ചായത്തിൻ്റെ ഒരു പ്രതിനിധി പ്രസിഡൻറ്റ് ജലനിധിയുടെ ഭരണസമിതി യോഗത്തിൽ ഒരു ഡെലിഗേറ്റായിട്ട് പങ്കെടുക്കാം. അതുമാത്രമാണ് അധികാരം. സർക്കാരും പഞ്ചായത്തിൻ്റെയൊക്കെ പണം മുടക്കി ഒരു ജലനിധി നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഗുണഭോക്താക്കളുടെ ഒരു സമിതി രൂപീകരിച്ച് അവരെ അതിൻ്റെ ഭരണം ഏൽപ്പിക്കും. മെയിൻ്റനൻസൊക്കെ നടത്തേണ്ടത് അവരാണ്. നിർഭാഗ്യവശാൽ ഈ ഭരണസമിതി വരുന്നതിന് മുമ്പേ തന്നെയുള്ള ആ ജലനിധിയുടെ ഭരണസമിതി കെടുകാര്യസ്ഥതയുടെ പര്യായമായിരുന്നു. പക്ഷെ ബാബു സൂചിപ്പിച്ചത് അവിടെ ഒരു പാലം വന്ന സമയത്ത് പൈപ്പ് പൊട്ടിച്ച് കളഞ്ഞ് പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നാണ്. നേരത്തെ ബാബു പറഞ്ഞ പോലെ ഞാനും എല്ലാവരും ക്ഷണിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് ആ പാലത്തിൻ്റെ അവിടെ നോക്കാം. അവിടെ ആ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചതോടൊപ്പം തന്നെ അവിടെ നിന്ന് അഴിച്ചു മാറ്റിയ പൈപ്പ്, പുതിയ പൈപ്പ് അപ്പം തന്നെ സ്ഥാപിച്ച് പാലത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് തന്നെ ആ പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. ജലനിധി നിന്ന് പോയത് അതിൻ്റെ ഭരണം കൈയാളിയിരുന്ന വ്യക്തികളുടെ പിടിപ്പുകേട്. അത് ഓരോ വർഷം തോറും ക്ഷയിച്ച് വന്ന് നിർഭാഗ്യവശാൽ ഈ ഭരണസമിതിയുടെ കാലത്ത് പരമാവധി ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് ശ്രമിച്ചത് നിലനിർത്താൻ. പക്ഷേ അത് സാധിച്ചില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അതിനെല്ലാം പരിഹാരമാവും ഇപ്പോഴത്തെ ജലജീവൻ മിഷൻ പ്രകാരം പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ. ജലജീവൻ
മിഷൻ നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഒരു സമയപരിധി സ്ലോ ആണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, പഞ്ചായത്തുകളുടെ ഉണ്ട്. ഇതൊക്കെ ആണെങ്കിലും ഇപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് നേരിടുന്നത് ഈ ഒരു വേനൽക്കാലത്താകുമ്പോൾ ഇത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ആ ഒരു ഗുണം എത്തിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ അടുത്തിരിക്കുന്നു. ഈ ഒരു കടുത്ത വേനലിന്റെ കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യം വെച്ചത് 2024 മാർച്ച് 31 അന്ന് ആ പദ്ധതി പൂർത്തീകരിച്ചില്ല. അതിന് നിരവധി തടസ്സങ്ങളുണ്ട്. ഉദാഹരണത്തിന് പാണഞ്ചേരി പഞ്ചായത്തിൽ 2 ടാങ്ക് വേണം. ആ 2 ടാങ്ക് നിർമ്മിക്കേണ്ട സ്ഥലം പഞ്ചായത്ത് കണ്ടെത്തി കൈമാറണം സൗജന്യമായിട്ട്. ഹൈ റൈസ്ഡ് പോയിൻറ്റ്സ് 2 സ്ഥലം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കണ്ടെത്തി കാണിച്ചു തന്നു. ആ 2 സ്ഥലവും പഞ്ചായത്ത് പണം കൊടുത്ത് വാങ്ങി വാട്ടർ അതോറിറ്റി കൈമാറി. പക്ഷേ ആ 2 സ്ഥലവും ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലം ഫോറസ്റ്റ് ലാൻഡാണ്. അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ച് മാറ്റി അവിടെ നിർമ്മാണത്തിന് ഫോറസ്റ്റിൻ്റെ അനുമതി, ഫോറസ്റ്റ് എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയമാണ്. കേന്ദ്ര സർക്കാരിനാണ് പ്രധാന അധികാരം. കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പിൽ നിന്ന് അനുമതി കിട്ടിയതിന് ശേഷമേ ആ മരങ്ങൾ മുറിച്ച് നീക്കി അവിടെ ടാങ്ക് പണിയാൻ സാധിക്കുള്ളൂ. അതിപ്പോൾ ഏകദേശം അനുവാദം കിട്ടേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുക. ഇങ്ങനെ നിരവധി സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് നീണ്ടു പോകുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭ പ്രതീക്ഷയാണുള്ളത്. 1 വർഷത്തിനുള്ളിൽ തന്നെ ജലജീവൻ മിഷൻ പദ്ധതി പൂർത്തീകരിക്കും. അതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ അതിലേക്കുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് പാണഞ്ചേരി പഞ്ചായത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പീച്ചി ഡാമിൽ നിന്നാണ്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വെള്ളത്തിന് സ്കാർസിറ്റി ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല. നേരത്തെ പിന്നെ ശ്രീ ബാബു പറഞ്ഞത് കാർഷിക മേഖലയുടെ കാര്യമാണ്. കാർഷിക ഇപ്പോൾ പശു വളർത്തുന്നവരെ അല്ലെങ്കിൽ ആട് വളർത്തുന്നവരെ പാലിന് സബ്സിഡി കൊടുക്കാൻ തന്നെ 3,31,25,000 രൂപ വീതം ഒരു വർഷം വീതം ചെലവഴിക്കുന്നുണ്ട്. അതുകൂടാതെ കാർഷിക മേഖലയിൽ വനിതകൾക്ക് കറവ പശു വളർത്തുന്നതിന് 18,50,000 രൂപയാണ് ചെലവഴിച്ചത്. വനിതകൾക്ക് മുട്ട കോഴി വളർത്തുന്നതിന് 3,49,000 രൂപയാണ് ചെലവഴിച്ചത്. കന്നുകുട്ടി പരിപാലനത്തിന് 25 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. മൃഗാശുപത്രിയിൽ മൃഗങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ മരുന്ന് വാങ്ങുന്നതിന് 5 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആടുകളെ വാങ്ങിച്ച് നൽകുന്നു. പിന്നെ വാണിയമ്പാറ ആശുപത്രിക്കുള്ള കാര്യങ്ങളാണ്. മൃഗാശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങിക്കാൻ വാണിയമ്പാറ ആശുപത്രിക്ക് 5 ലക്ഷം. 2 മൃഗാശുപത്രി പഞ്ചായത്തിൻ്റെ കീഴിലുണ്ട്. 3 അലോപ്പതി ആശുപത്രി ഉണ്ട്, ഒരു ആയുർവേദ ആശുപത്രി, ഒരു ഹോമിയോ ആശുപത്രി. ഇതൊന്നും കൂടാതെ ക്ഷീരമേഖലയുടെ കാര്യമൊക്കെ ഉൾപ്പെടുത്തി പറഞ്ഞാണ് റോഡുകളുടെ കാര്യം പറഞ്ഞു. ഞാൻ തയ്യാറാണ്. നമുക്ക് ഒരുമിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് പൊതു മാർക്കറ്റിനെയാണ് ഇവിടുത്തെ കൃഷിക്കാർ പിന്നെ ആശ്രയിക്കുന്നത്. പക്ഷേ 2 വലിയ മാർക്കറ്റുകൾ, ഒന്ന് താണിപ്പാടത്ത്, പിന്നെ ഒന്ന് പാണഞ്ചേരിയിൽ. ഈ 2 സ്ഥലത്തും കർഷകരെ കൂട്ടായ്മ തന്നെ നടത്തുന്ന 2 വലിയ മാർക്കറ്റുകളുണ്ട്. കർഷകർക്ക് ന്യായമായിട്ടുള്ള വിലയും തൂക്കത്തിലൊന്നും വെട്ടിപ്പ് നടക്കാതെ ആ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. പിന്നെ സർക്കാരിൻ്റെ ഹോർട്ടികോർപ്പ് എടുക്കുന്നുണ്ട്. സഹകരണ സംഘങ്ങൾ ധാരാളം സഹായിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിന് ഇതൊക്കെ സീസണിലാണ് ഒരേ വിളവ് കൂടുതൽ മാർക്കറ്റിലെത്തുന്നത്. പരമാവധി കർഷകർക്ക് അത് വിറ്റഴിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. റോഡുകളുടെ കാര്യത്തിൽ ഞാൻ വളരെ വിശ്വാസത്തോടെ പറയുന്നു, ഇതര പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഒരു പഞ്ചായത്തിനും കുറ്റം പറയല്ല. ഇത് 23 വാർഡുള്ള മലയും കുന്നും കുഴികളൊക്കെ നിറഞ്ഞ ഒരു പഞ്ചായത്താണ്. എന്നിട്ട് പോലും 23 വാർഡിലും ഏറ്റവും നല്ല റോഡുകളാണുള്ളത്. അതിൻ്റെയൊക്കെ ഒരു നേതാവ് എന്ന് സൂചിപ്പിക്കാവുന്ന രീതിയിൽ പീച്ചിയിലേക്കുള്ള ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പട്ടിക്കാട് മുതൽ വെലങ്ങന്നൂർ വരെ മലയോര ഹൈവേ മനോഹരമായി പണി തീർത്തത് കഴിഞ്ഞ മാസമാണ് ഉദ്ഘാടനം ചെയ്തത്. ആ റോഡിലൂടെ സഞ്ചരിച്ചാൽ മാത്രം പീച്ചി ഡാമിലേക്ക് കൂടുതൽ ആളുകളെത്തും. ആ മലയോര ഹൈവേ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ വെലങ്ങന്നൂർ മുതൽ ചെന്നായിപ്പാറ വരെയുള്ള സ്ഥലത്തോടു കൂടി മറ്റു പഞ്ചായത്തിലേക്ക് കടന്നു പോകുന്നതാണ്. അതിൻ്റെ 2ാം ഘട്ട നിർമ്മാണം നടന്നു വരികയാണ്. ശ്രീ ബാബു സൂചിപ്പിച്ച അടുത്തത് പ്രതാപൻ MP ആയിരുന്നപ്പോൾ, പ്രതാപൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഒരു സാംസ്കാരിക നിലയം താമര വെള്ളച്ചാൽ എന്ന് പറയുന്ന ആദിവാസി ഊരിൽ സ്ഥാപിക്കാൻ സമ്മതിച്ചു, പണം അനുവദിച്ചു. പ്രശ്നം ശ്രീ ബാബു അന്വേഷിച്ചില്ല, അതുകൊണ്ട് മനസ്സിലാക്കിയില്ല.
അതിൻ്റെ പുറകെയാണ് പഞ്ചായത്ത് ഭരണസമിതി. അവിടെയും വനഭൂമിയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി വേണം. അവിടെ വൃക്ഷങ്ങൾ മുറിക്കുന്നതിന് അനുമതി വേണം. അതിൻ്റെ പുറകെ പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞ പണി നടത്തിച്ച് ഈ 2 ആഴ്ച മുമ്പ് വൃക്ഷം മുറിക്കാൻ അനുമതി തന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റിമേറ്റ് എടുത്ത് തന്നു. ഉദ്ദേശം 3 ലക്ഷം രൂപയോളം. ആ 3 ലക്ഷം രൂപയും പഞ്ചായത്ത്, ശ്രീ TM പ്രതാപിൻ്റെ പ്രോജക്റ്റാണ്. പഞ്ചായത്ത് 3 ലക്ഷം രൂപയോളം ആ മരങ്ങളുടെ വില ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അടച്ചു. ഇപ്പോൾ അത് ടെൻഡർ ചെയ്തിരിക്കുകയാണ്. മരം മുറിക്കാൻ ആളെ അന്വേഷിച്ച് അത് മുറിച്ച് മാറ്റിയാൽ ഒരു പണവും ലാഭസാവാതെ ആ സാംസ്കാരിക ഇലത്തിൻ്റെ പണി പൂർത്തീകരിക്കും. അവസാനം പറഞ്ഞത് PT പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്തുള്ള സ്ഥലമാണ്. ഈ പഞ്ചായത്തിന് അസറ്റായിട്ട് ലാൻഡ് എവിടെയൊക്കെ ഉണ്ടോ അത് മുഴുവനും പണ്ട് കാലത്ത് ഒരു CPM നേതാവ് ഉണ്ടായിരുന്നു, TK രാഘവൻ. TK രാഘവൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ വാങ്ങിച്ച ഭൂമിയെ ഈ പഞ്ചായത്തിന് സ്വന്തമായിട്ടുള്ളൂ. ആ ഭൂമിയിൽ നിന്ന് ഒരു ഭാഗം പോലീസ് സ്റ്റേഷൻ പണിയാൻ വിട്ടുകൊടുത്തു. ബാക്കി ഭാഗം ആ പോലീസിൻ്റെ ബാക്കി വണ്ടികളൊക്കെ ഇടുന്നതിന് ടാക്സി സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മളവിടെ ജില്ലാ പഞ്ചായത്ത് 12 ലക്ഷം രൂപ ഒരു ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കാൻ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അത് പണിയുന്നതിന് വേണ്ടി പോലീസിനോട് ആ വണ്ടികളൊക്കെ മാറ്റാൻ ആവശ്യപ്പെട്ടു. അവരത് മാറ്റിയില്ല. നമ്മളത് പോലീസിൻ്റെ കൂടി സഹകരണത്തോടെ വണ്ടികളൊക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഇപ്പോൾ ആ സ്ഥലം മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അത് ജില്ലാ പഞ്ചായത്ത് ആ വർക്ക് ടെൻഡർ ചെയ്തിട്ടുണ്ട്. ആ ടെൻഡർ എടുത്താൽ ശ്രീ ബാബു പറയുന്ന പോലെയല്ല, അവിടെ ഒരു ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കും. ഈ ഭരണസമിതി തന്നെ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ പ്രതിപക്ഷ നേതാവെന്നൊന്നും ഞാൻ ശ്രീ ബാബുവിനെ പറയില്ല. ഞങ്ങൾ ഭരണസമിതിയിൽ എല്ലാവരും ഒരുപോലെയാണ്. ഇങ്ങനെ അവസരം വരുമ്പോൾ പ്രതിപക്ഷത്തുനിന്ന് പറയേണ്ടത് ഒരു കോൺഗ്രസ് നേതാവെന്നുള്ള എനിക്ക് ശ്രീ ബാബുവിൻ്റെ ഒരു ചുമതലയാണെന്നുള്ള ധാരണയിൽ പറയുന്നതല്ലാതെ ഈ ഭരണസമിതിയിൽ 23 അംഗങ്ങളും ഒന്നിച്ചാണ് ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം നടത്തുന്നത്. അത് ഏറ്റവും നല്ല രീതിയിലാണ്. മറ്റൊരു മുൻ ഭരണസമിതിക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റമാണ് ഈ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇങ്ങനൊരു അവസരത്തിലുള്ള ഒരു ആരോപണം മാത്രമാണെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് കണക്കുകൾ നിരത്തിയും കാര്യങ്ങൾ നിരത്തിയുമുള്ള പ്രതികരണം മറുപടിയാണ് പ്രസിഡന്റ്. ഒരിക്കലുമില്ല. കണക്കുകൾ നിരത്തി അവതരിപ്പിക്കേണ്ട സമയങ്ങൾ ഇഷ്ടംപോലെ കഴിഞ്ഞു. ഇതുവരെ അവതരിപ്പിച്ചില്ല. ഇന്നൊരു സാഹചര്യം വന്നപ്പോഴല്ലേ പ്രസിഡന്റ് ഇത് പറയുന്നത്. ഇവിടെ പറഞ്ഞില്ലേ കുറേ വികസന തൊഴിലും മറ്റേ കാർഷിക മേഖലകളിലും മറ്റേ ക്ഷീരകർഷക മേഖലകളിലും ഒട്ടനവധി ഫണ്ടുകൾ ചെലവഴിച്ചെന്ന്. കാലാകാലങ്ങളിൽ ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതാ. ഇന്ന് വന്നൊരു പ്രസിഡന്റോ നാളെ വരുന്നൊരു പ്രസിഡന്റോ അല്ല, കാലാകാലങ്ങളിൽ ഇവിടെ ചെലവഴിക്കുന്ന ഫണ്ടുകളാണിത്. അതിന് മെമ്പർ പറയുന്നുണ്ട്, അതായത് ഒരു പഞ്ചായത്ത് ആകുമ്പോൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ നടന്നു പോകുമെന്ന് പറയുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് ഈ ഒരു 4-4.5 വർഷം കൊണ്ട് ഈ ഭരണസമിതി അവസാനിക്കുന്ന സമയം അടുക്കുമ്പോഴും ഈ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വികസന നേട്ടം അല്ലെങ്കിൽ വികസന പ്രവർത്തനം എന്താണെന്നാണ് അദ്ദേഹം നേരത്തെ ചോദിക്കുന്നത്. അത് അങ്ങനെ ചൂണ്ടിക്കാണിക്കാനുള്ളൊരു ധാരാളമുണ്ട്. ആധുനിക കാലത്ത് ഇപ്പോൾ ഏതാനും വർഷങ്ങൾക്കകം ഒരു ശാസ്ത്ര ലേഖനം വായിച്ചപ്പോൾ കേരളത്തിൽ വില്ലേജ് എന്ന നിർവചനത്തിൽ സ്ഥലമുണ്ടാകില്ല. സാങ്കേതികമായി കാണും, പക്ഷേ ഏറ്റവും അടുത്തടുത്ത് വീടുകൾ, റോഡുകൾ, കെട്ടിടങ്ങൾ, വ്യവസായങ്ങൾ, അങ്ങനെ ഗ്രാമം എന്ന് പറയാവുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാന പ്രശ്നം മാലിന്യ സംസ്കരണമാണ്. ഇപ്പോൾ അജൈവ മാലിന്യമാണ് നമ്മൾ കാര്യമായിട്ട് സംസ്കരിക്കാൻ വേണ്ടി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. അതിൻ്റെ 2ാം ഘട്ടമാണ് ജൈവ മാലിന്യ സംസ്കരണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മനുഷ്യ വിസർജ്യം. നമ്മുടെയൊക്കെ വീടുകളിൽ പഴയൊരു റിപ്പോർട്ട് തൃശ്ശൂർ മുനിസിപ്പാലിറ്റി ആയിരുന്ന സമയത്തും അതിനുശേഷം കോർപ്പറേഷൻ ആയിരുന്നതിന് ശേഷവും ഒരു റാൻഡം ചെക്കിങ്ങിൽ ഒരു കിണറിൽ നിന്ന് പോലും കോളിഫോം ബാക്ടീരിയ ഇല്ലാത്ത ജലം കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ്. ഈവൻ നമ്മുടെ ഗ്രാമപ്രദേശത്ത് പോലും അതാണ് അവസ്ഥ. അതിനുള്ള പരിഹാരം ശാസ്ത്രീയമായിട്ട് സെപ്റ്റിക് ടാങ്കുകൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. 2 വർഷത്തിലൊരിക്കൽ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്ത് മാറ്റണം. ഇപ്പോൾ അത് ലോറിക്കാരൊക്കെ വന്ന് കയറ്റിക്കൊണ്ട് പോകും, പക്ഷേ ഹൈവേയുടെ സൈഡിൽ അവർ തട്ടി രക്ഷപ്പെടുകയും ചെയ്യുന്നത്. അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ശാസ്ത്രീയമായിട്ട് ഫീക്കൽ സ്ലഡ്ജ് സംസ്കരിക്കുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയത് ശുചിത്വ മിഷൻ എന്നോട് പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി ഒരു പഞ്ചായത്ത് തീരുമാനമെടുത്ത് സ്ഥലം സ്വന്തമായി വാങ്ങിച്ച്
ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് തുടങ്ങാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് പാണഞ്ചേരി പഞ്ചായത്താണ്. അതിന് 3.25 കോടി രൂപയിലധികം അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ പാലക്കാടുള്ള IRTCയെ നമ്മളതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ച് എഗ്രിമെൻറ്റ് വെച്ചു. ഈ മാസാവസാനം തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുമെന്ന് മാത്രമല്ല, സമീപത്തുള്ള ഒരു നടത്തറ പഞ്ചായത്ത്, പുത്തൂര് പഞ്ചായത്ത്, തൃക്കൂര് പഞ്ചായത്ത് എന്നീ പഞ്ചായത്തുകൾ കൂടി ഉപകരിക്കുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനം ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ തുടങ്ങാൻ സാധിക്കുമെന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും പ്രധാന നേട്ടങ്ങളിൽ ഒന്നായി ഞാൻ കാണുന്നു. ഈ പീച്ചി നമുക്കറിയാം, പീച്ചി പോലെ വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്ന് പാണഞ്ചേരി പഞ്ചായത്തിനാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? പീച്ചി ഡാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ്. അതിൻ്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യം നിയന്ത്രിക്കുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും അതിൻ്റെ കീഴിൽ ഡാമിൽ തന്നെയുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ്. അതിൽ പഞ്ചായത്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഞാൻ പറയുന്നത് അതുമായി ബന്ധപ്പെടുത്തി പഞ്ചായത്തിന് പീച്ചി ഡാമിനോട് ചേർന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് രാജൻ തന്നെ മുൻകൈ എടുത്ത് 5 കോടി രൂപ അനുവദിച്ച് ഡാമിൻ്റെ കുറച്ച് സമീപ പ്രദേശത്തുള്ള ഒരപ്പംകെട്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്ന പാറക്കെട്ടുള്ള ഒരു അഡ്വഞ്ചർ ടൂറിസത്തിന് വേണ്ടിയുള്ള പണികളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ സർവേ നടപടികളും എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു. അത് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പഞ്ചായത്തിന് കൂടി റോളുള്ള പങ്കാളിത്തമുള്ള ഒരു പദ്ധതിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ടൂറിസം മേഖലയിൽ നിന്നും ഈ പഞ്ചായത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിനും പഞ്ചായത്തിന് ഒരു വരുമാന മാർഗമായി മാറ്റുന്നതിനും അത് ഉപകരിക്കും. ഈ തനത് ഫണ്ട് ശേഖരണത്തിൽ നമുക്കറിയാം ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ്. പഞ്ചായത്ത് ഓഫീസടക്കം ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്നു. ഈ അത്തരം ഈ നേരത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കാര്യമൊക്കെ പറയുകയുണ്ടായി. അതിനപ്പുറത്തേക്ക് തനത് ഫണ്ട് ശേഖരണത്തിൽ ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ? തനത് ഫണ്ട് ഈ പഞ്ചായത്ത് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് 100% ടാക്സ് പിരിച്ചെടുക്കുന്നുണ്ട്. കെട്ടിടങ്ങളുടെ കെട്ടിട നികുതി, ലൈസൻസ് ഫീ ഈ വർഷവും 100% പിരിച്ചെടുത്തിരിക്കുകയാണ്. 2 കോടിയിലധികം രൂപ തനത് ഫണ്ടായിട്ട് തന്നെ പഞ്ചായത്തിന് ഓരോ വർഷവും ലഭിക്കുന്നുണ്ട്. അതിനുള്ള ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അത് ഉപയോഗിച്ച്. നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ അടുത്തതാണ് ഗവൺമെൻറ് ITI. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയൊക്കെ ചേർന്ന് ഞാനടക്കം ചേർന്നുള്ള 2 വർഷം മുമ്പ് ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ വെച്ചാണ് ആദ്യമായിട്ട് അതിന് അംഗീകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുവദിച്ച് തന്നത്. അതിപ്പോൾ പ്രാവർത്തികമായി കഴിഞ്ഞു. ചെറിയ നേട്ടമല്ല അത്. തീർച്ചയായും. അതിനപ്പുറത്തേക്ക് മെമ്പറെ ഈ നേരത്തെ ഈ ഫണ്ട് വിഹിതത്തിൻ്റെ കാര്യം അല്ല ഒന്നോട് സൂചിപ്പിക്കേണ്ട, ഈ BJP അംഗങ്ങളുടെ ഒരു അസാന്നിധ്യത്തിൽ തന്നെ അവർക്ക് അത്തരം ഒരു ആരോപണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യം? BJP അംഗങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവർ തന്നെ എല്ലാ കാര്യങ്ങൾ പറയേണ്ടത്. അവരുടെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ട് അവർ മാറിയെന്നതിൻ്റെ ഉദ്ദേശം അവർക്കറിയാം. എന്ന് വെച്ചാൽ പഞ്ചായത്തിനെതിരെ അവർക്കൊന്നും ശബ്ദിക്കാൻ പറ്റില്ല. വിവേചനമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അത്. തന്നെ വിവേചനം ഇല്ലാട്ടല്ല, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ആയിപ്പോകും. എനിക്ക് പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാണ്ട്. മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഹരിതകർമ്മ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വളരെ നടക്കുന്നത് പാണഞ്ചേരി പഞ്ചായത്തിൽ തന്നെയല്ല അത് നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാണഞ്ചേരി പഞ്ചായത്തിൽ ജനങ്ങൾക്ക് തുറന്നു കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ, സംസ്ഥാന തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി ഇവിടെ ഫണ്ടുകൾ സ്കൂളുകൾക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പാണഞ്ചേരി പഞ്ചായത്തിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കുക. പാണഞ്ചേരി പഞ്ചായത്തിൽ എന്ത് ചെയ്തില്ല? ഇപ്പോൾ വകുപ്പ് പറയുകയാണെങ്കിൽ ഇപ്പോൾ റോഡ് ഇപ്പോൾ മാഷ് പറഞ്ഞു, പിച്ച് റോഡ് മുതൽ വിലങ്ങന്നൂർ വരെ ഇപ്പോൾ 20 കോടി രൂപയോളം ചിലവഴിച്ചൊരു മറ്റേ എന്താ പറയുക മലയോര ഹൈവേ നിർമ്മിച്ചു എന്ന് പറയുന്നു. പക്ഷെ ആ മലയോര ഹൈവേയുടെ പ്ലാൻ അതല്ലായിരുന്നു. 6 കിലോമീറ്ററിൽ 20 കോടി ചെലവാക്കാനല്ല പ്ലാൻ. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയുണ്ട്. വഴക്കമ്പാറ മുതൽ പീച്ചി ചുവന്ന അങ്ങനെ വരുന്ന ഭാഗങ്ങൾ, വഴക്കമ്പാറ മുതൽ വരുന്ന തെക്കുംപാടം ഉൾപ്പെടുന്ന മേഖലകളിൽ കൂടി മലയോര ഹൈവേ എന്ന് പറയുമ്പോൾ മലയോരത്തു കൂടി വരേണ്ട ഹൈവേ ആണത്. ആ ഹൈവേയുടെ ആ പ്രവർത്തനം മാറ്റിവെച്ചിട്ടാണ് ഇത് വെറും 6 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഇത് ഒതുക്കിയത്. ഞാൻ പറയട്ടെ ആ റോഡ് ഈ 6 കിലോമീറ്ററിലേക്ക് ഒതുക്കിയതിന്റെ ഉദ്ദേശം എന്താണ് നമുക്കറിയണ്ടേ?
അതേസമയം 2 കിലോമീറ്റർ ദൂരത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ വഴി കിടക്കുക 50 കോടി രൂപയുണ്ടായിരുന്നതിന് 50 കോടി രൂപ അതിന് അനുവദിച്ചു വരുന്ന പണം എന്തുകൊണ്ട് ആ സൈഡ് മാറ്റി ഇതിൽ വന്നു? ഇത് എളുപ്പപ്പണി എന്താ? 6 കിലോമീറ്ററിലേക്ക് 20 കോടി ചെലവാക്കാന്ന് പറഞ്ഞത് എളുപ്പപ്പണിയാണോ? ഞാനത് പറയാൻ ഉദ്ദേശിച്ചല്ല, കാരണം ഒരു ആരോപണം ഉന്നയിക്കേണ്ടെന്ന് കരുതിയിട്ടാ. ഒരു ഹൈവേ നിർമ്മാണത്തിന് അതിൻ്റെ അലൈൻമെൻറ്റ് നിശ്ചയിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല. നാറ്റ്പാക്ക് എന്ന ഒരു സംഘടനയുണ്ട്. അവരാണ് സർവേ നടത്തി മലയോര ഹൈവേ പാണഞ്ചേരി പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്നത് വാണിയാമ്പാറയിൽ ഇപ്പോൾ നിലവിലുള്ള ഹൈവേ കൂടെ തന്നെ പട്ടിക്കാട് വരെ വന്ന് പട്ടിക്കാട് നിന്ന് പീച്ചി ഡാമിലേക്കുള്ള റോഡിൽ വെലങ്ങന്നൂർ വരെ എത്തി. അവിടെ നിന്ന് ചെന്നായിപ്പാറ പിന്നെ മാന്നാമംഗലം പുത്തൂർ പഞ്ചായത്തിലേക്ക് കടക്കുകയാണ്. ആ ഡിസൈൻ ആ അലൈൻമെൻറ്റ് നിശ്ചയിച്ച് നാറ്റ്പാക്കാണ്. അതിനെതിരെ ശ്രീ ബാബുവിൻ്റെ പാർട്ടി സുപ്രീം കോടതി വരെ കേസ് നടത്തി പരാജയപ്പെട്ടു. ഈ പറയുന്നത് ശരിയാണെങ്കിൽ കോടതികൾക്ക് ബോധ്യം വരണ്ടേ? ഇതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ പഞ്ചായത്തോ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റോ നിശ്ചയിച്ച ഒരു അലൈൻമെൻ്റ് ആണെങ്കിൽ കോടതി ഇടപെട്ട് തിരുത്തില്ലേ? സുപ്രീം കോടതി വരെ കേസിന് പോയി, പരാജയപ്പെട്ടു. അങ്ങനെയാണ് അത് നിയമാനുസൃതം അംഗീകരിക്കപ്പെട്ട അലൈൻമെന്റിലാണ് മലയോര ഹൈവേ സുപ്രീം കോടതിയുടെ അടക്കം സമ്മതത്തോടുകൂടി നടത്തുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ് നടത്തുന്നത്. കാര്യങ്ങൾ പഠിക്കാതെയാണ് ഇത് കോടതി രേഖകളില്ലേ? കോടതിയിൽ പോയി സമീപിച്ച ഇവിടുത്തെ കേരള സർക്കാരിനോട് അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോ കേരള സർക്കാരിൽ റവന്യൂ വകുപ്പ് മന്ത്രി ആയിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ആളാ, നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ MLA ആണ്. സർക്കാരിന്റെ മറുപടിയാണ് ആവശ്യപ്പെട്ടത്. സർക്കാർ കൊടുപ്പിച്ചത് എങ്ങനെയാ അതുപോലെ തന്നെ പോകുള്ളൂ. പ്രസിഡന്റ് പറയുന്നത് എല്ലാം സുപ്രീം കോടതിയിൽ കേസ് പോയോന്ന് ശ്രീ ബാബു പറയട്ടെ. സുപ്രീം കോടതിയിൽ ഇതിനു വേണ്ടി അലൈൻമെന്റ് ഈ പറയുന്ന വേറെ രീതിയിൽ വരുത്താൻ. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ പറയാണ്. ഇപ്പോൾ ശ്രീ ബാബു ആവശ്യപ്പെട്ട വഴി കൂടിയാണെങ്കിൽ സൗജന്യമായിട്ട് ഞങ്ങൾ മലയോര ഹൈവേക്ക് സ്ഥലം വിട്ടുതരുന്നതാണ് ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ വെലങ്ങന്നൂർ എത്തി നിൽക്കുന്ന മലയോര ഹൈവേയുടെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് വെലങ്ങന്നൂർ മുതൽ ചെന്നായിപ്പാറ വരെ പാണഞ്ചേരി പഞ്ചായത്ത്. അവിടെ ഈ പാർട്ടിക്കാർ അഡമൻ്റായിട്ടൊരു സ്റ്റാൻഡ് എടുത്തിരിക്കുക. റോഡ് സൈഡിൽ ഞങ്ങൾ ഈ ഹൈവേക്ക് സ്ഥലം വിട്ടുതരില്ല. വിട്ടുതരണമെങ്കിൽ നാഷണൽ ഹൈവേക്ക് എടുത്തതുപോലെ നഷ്ടപരിഹാരം തരണം. അങ്ങനെ വികസനത്തിന് വികസന വിരോധികളായിട്ട് പറയാൻ പാടില്ല. വികസനം ഞങ്ങൾ പാർട്ടിക്കാർ വികസനത്തിനും ഇതല്ല. അവിടെ ഹൈവേ വരുമ്പോൾ മലയോര ഹൈവേ വരുമ്പോൾ അവിടെ റോഡ് സൈഡിൽ വീടുകളുണ്ട്, പാവപ്പെട്ടവർക്കുണ്ട്. അവർക്ക് വേറെ 3 സെന്റ് ഭൂമിയേ ഉള്ളൂ. 3 സെന്റിൽ ഒതുങ്ങിയിരിക്കുന്ന വീടാണ്. ആ വീടിനെങ്കിലും അവരെ ഒന്ന് മാറ്റിപ്പാർപ്പിക്കുന്നുള്ള സംവിധാനം ഒരുക്കണ്ടേ? പുനരധിവാസം ഉറപ്പാക്കിയെടുക്കുന്നത് പൊളിച്ചു കളയുമ്പോൾ സംവിധാനം പറഞ്ഞ പോലെ അല്ലാണ്ട് വികസനത്തിന് വിരോധമായിട്ടല്ല ഞങ്ങൾ നിൽക്കണം. ഞങ്ങൾ വികസനം വരണം. ഈ നാട്ടിൽ വികസനം ആവശ്യമാണ്. ഞാനത് സമ്മതിക്കുന്നു. മലയോര ഹൈവേക്ക് സ്ഥലമെടുക്കുന്ന വ്യവസ്ഥ എന്താണെന്ന് പഠിക്കാത്തത് കൊണ്ടാണ് ഈ അഭിപ്രായം പറയേണ്ടി വരുന്നത്. നാഷണൽ ഹൈവേയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാഷണൽ ഹൈവേക്ക് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ മലയോര ഹൈവേക്ക് സ്ഥലം വിട്ടുകൊടുക്കുകയാണ്. വിട്ടുകൊടുക്കുന്ന സ്ഥലത്ത് എന്തൊക്കെ സ്ട്രക്ചേഴ്സ്, ഗേറ്റ്, മതില്, വീട്, തൊഴുത്ത്, പട്ടിക്കൂട് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പുനർനിർമ്മിച്ചു കൊടുക്കുന്ന വ്യവസ്ഥയാണ് ഇതിലുള്ളത്. നഷ്ടനിരത്തില്ലാന്ന് അറിയാതെ പഠിക്കാതെ പറയാണ്. നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ പ്രധാന വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞ സമയം നമ്മുടെ ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. മാഷ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ലൈഫ് പദ്ധതിയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് എത്ര വീട് കൊടുത്തെന്ന് മാഷ്ക്ക് പറയാൻ പറ്റുമോ? സത്യത്തിൽ ഞാൻ 20 വർഷമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. 20 വർഷമായിട്ട് പാണഞ്ചേരി പഞ്ചായത്ത് മെമ്പറാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങളിവിടെ വീടുകൾ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു വാർഡിലേക്ക് 4 വീട് 5 വീട് വെച്ച് ഓരോ വർഷം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ 5 വർഷം കൂടുമ്പോൾ 4 വീടാണെങ്കിൽ 20 വീട് ഒരു വാർഡിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ആകെ 100 വീട് പോലും കൊടുക്കാൻ ഇവിടെ പഞ്ചായത്തിന് പറ്റിയിട്ടില്ല. 361 വീടിന് എഗ്രിമെന്റ് വെക്കുകയും 291 വീട് പണി പൂർത്തീകരിച്ച് താക്കോൽദാനം നിർവഹിക്കുകയും ചെയ്തു. അടിസ്ഥാനരഹിതമായിട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കി. ഈ ഭരണകാലത്തെ കാര്യം നടന്നിട്ടില്ല. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത് ഏതൊക്കെ വീടുകൾ എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരണം. ഏത് 299 കണക്കിലേക്ക് നമുക്ക് എന്തെങ്കിലും ആരോപണങ്ങൾ പ്രധാനമായ എന്തെങ്കിലും പിന്നെ പറയുന്നത് നമ്മള് സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിച്ചു എന്ന് പറയണു. സർക്കാർ സ്കൂളുകൾക്ക് ഫണ്ടുകൾ ഇഷ്ടംപോലെ അനുവദിക്കാം. അവിടെ പഠിക്കാൻ കുട്ടികളില്ലല്ലോ. സ്കൂളിലെ അധ്യാപകരുടെ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത്?
മറ്റ് പ്രൈവറ്റ് സ്കൂളിലാണ് അവർ അധ്യാപകർ പട്ടിക്കാട് ഗവൺമെന്റ് LP സ്കൂൾ ഗവൺമെന്റ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള രണ്ടാമത്തെ LP സ്കൂളാണ്. ആ സ്കൂളിലത്തെ മുഴുവൻ ക്ലാസ്സുകളും സ്മാർട്ട് ക്ലാസ് ആക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഫണ്ട് സ്വരൂപിച്ച് അനുവദിച്ചു കഴിഞ്ഞു. പഞ്ചായത്തിലെ ഭരണത്തിലുള്ള സ്കൂളാണ്, പക്ഷെ എനിക്കൊന്ന് പറയാനുണ്ട്. ഞാനിവിടെ കഴിഞ്ഞ ഒരു 9 വർഷക്കാലമായിട്ട് ഇവിടെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. പീച്ചി, വിലങ്ങന്നൂര്, പായിക്കണ്ടം, പൊടിപ്പാറ മേഖലകളിൽ 4 വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് അവിടെ കൃഷിക്ക് ആവശ്യമായ വെള്ളമില്ല. ഇവിടെ പീച്ചി ഡാം തൊട്ടുമുറ്റത്ത് കിടക്കാണ്. പീച്ചി ഡാമിൽ നിന്ന് ഒരു തുള്ളി വെള്ളമില്ല. പീച്ചി ഡാമിലത്തെ വെള്ളം മൊത്തം ഊറ്റിക്കൊണ്ടുപോവാണ് തൃശ്ശൂർക്ക്. ഈ നാട്ടിലെ ആളുകൾക്ക് ഒരു തുള്ളി വെള്ളം അവിടെ കൃഷി ചെയ്യാനായിട്ടില്ല. ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഒരുക്കണമെന്ന് ഇവിടുത്തെ സ്ഥലം MLA-യുടെ അടുത്തും റവന്യൂ മന്ത്രിയുടെ അടുത്തും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്തും ഇവിടെ വേണ്ടപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ആവശ്യപ്പെട്ടുള്ള കാര്യമാണ്. ഇതുവരെ നടത്തിയിട്ടില്ല. പറഞ്ഞ ലിസ്റ്റില് TM പ്രതാപൻ MP വരുന്നില്ല കേട്ടോ. ആവശ്യപ്പെട്ടവരുടെ ലിസ്റ്റില് ഇവിടെ അദ്ദേഹം 5 വർഷം MP ആയിരുന്നു. ആ ലിസ്റ്റിൽ വരുന്നില്ല. പക്ഷെ ഒരു കാര്യം ശ്രീ മറുപടി പറയണമെന്ന് ഒരാളുടെ പുറത്ത് കുറ്റം ചാരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് ജലജീവൻ മിഷൻ പ്രോജക്ട്. ജലജീവൻ പദ്ധതി ജലജീവൻ പദ്ധതിയെ കുറിച്ച് ഒരു കാര്യം പറയുന്നു പ്രസിഡന്റ്. പറഞ്ഞോളൂ. ജലജീവൻ പദ്ധതി ഇവിടെ നടപ്പില് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര വർഷം പിടിക്കുന്നു പറഞ്ഞിട്ടില്ല. ഇതുവരെ നാളിതുവരെയായിട്ട് അതിന് ടാങ്ക് നിർമ്മിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. വെള്ളം എത്തിച്ചിട്ടില്ല. സൂചിപ്പിച്ചു. പക്ഷെ ഇപ്പോ ഈ ടാങ്കിലേക്ക് പീച്ചി ഡാമിൽ നിന്ന് വെള്ളം ടാങ്കിലേക്ക് എത്തേണ്ട പൈപ്പുണ്ട്. ആ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് റോഡ് മൊത്തം വെട്ടിപ്പൊളിച്ചിട്ട് ആ പൈപ്പ് ലൈൻ സ്ഥാപിക്കുക. റോഡിന്റെ നിർമ്മാണം നടക്കണില്ല. ഒരു ലൈൻ ഇടുമ്പോൾ അതിൽ 2 പൈപ്പും കൂടെ ഇട്ടു. കയറി പോകാനും ഇറങ്ങി വരാനുള്ള പൈപ്പ് ഇട്ടുകൂടെ? ഇനി രണ്ടാമത് അത് പൊളിക്കണം. ഇറങ്ങി വരാനുള്ള പൈപ്പിന് അതുപോലും ചെയ്യാണ്ട് കയറി പോകാനുള്ള പൈപ്പ് ഇട്ടോണ്ടിരിക്കുക. സാങ്കേതിക കാര്യങ്ങളിൽ ഇങ്ങനെ മറുപടി പറയാൻ എനിക്കറിയില്ല. കാരണം അതൊക്കെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വാട്ടർ അതോറിറ്റി വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി അത് ഡിലേ വരുത്തി ഒരു വികസനം ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയിലെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ കോൺഗ്രസിൽപ്പെട്ട 5 മെമ്പർമാരും BJP-യിൽപ്പെട്ട 2 മെമ്പർമാരും ഒരു ഭരണസമിതിയിലെ ഒരുമിച്ചുള്ള അംഗങ്ങളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എതിരഭിപ്രായമൊക്കെ ശ്രീ ബാബു ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളോട് എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന ഒരു മാന്യതാകമാണ് ശ്രീ ബാബു. ഓക്കെ, എന്തായാലും നമുക്ക് സമയപരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ വികസനം, പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തന്നെ വലിയൊരു പഞ്ചായത്തുകളിലൊന്നാണ് പാണഞ്ചേരി. ഇങ്ങനെ ഒരു അരമണിക്കൂറോ 40 മിനിറ്റുകളോ കൊണ്ടൊന്നും വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നടത്താനുള്ള പദ്ധതികളെ കുറിച്ചൊന്നും പറഞ്ഞു തീരാൻ സാധിക്കുകയില്ല. എന്തായാലും ഈ ഒരു സമയവും നമ്മോടൊപ്പം സഹകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ മാഷ്, ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗം ശ്രീ ബാബു എന്നിവരുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു ഗ്രാമപഞ്ചായത്തിലെ ചർച്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.